ജോലിയിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നത് പണിയെടുക്കുന്നവരെക്കാൾ കെയോസ് ഉണ്ടാക്കുന്നവർക്കാണ്. ഇപ്പോൾ ഒരു ടീമിന്റെ വർക്ക് സ്മൂത്ത് ആയിട്ട് പോവാണ്, അവർ ക്വയറ്റ് ആയിട്ട് റിസൾട്ട് ഡെലിവറി ആണെങ്കിൽ പലരുടെയും മൈൻഡ് സെറ്റ് ആണ് അവരൊരു പണി എടുക്കുന്നില്ല എന്ന്. എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ പ്രോജക്റ്റിന്റെ ഇഷ്യൂസ് ഫിക്സ് ചെയ്യാൻ നടക്കുന്നവരോ അവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ട് തോന്നുകയും ചെയ്യും. റീസെന്റ് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു സ്പെസിഫിക് ഏരിയ വർക്കിൽ എൻ്റെ ടീമിനെ കൂടാണ്ട് വേറെ 2 ടീമിനും കൂടെ പ്രോജക്ട്സ് അസൈൻ ചെയ്യാറുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ടീം ലീഡർ എനിക്ക് അയച്ച ഇമെയിലാണ്. അതിൻ്റെ അകത്ത് സീനിയർ മാനേജർ സിസിയിലാണ്. ആള് പറയുന്നത് ആളുടെ ടീമിന് ഓൾറെഡി ടൂ മച്ച് വർക്കാണ്. കൂടാതെ ഞാനിപ്പോൾ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് അവർ മോർ സ്ട്രഗിൾ ചെയ്യുവാണെന്ന്. അതുകൊണ്ട് ഇനി തൊട്ട് എൻ്റെ ടീമിന് മോർ ടാസ്ക് അസൈൻ ചെയ്യണമെന്ന്. മേ ബി എൻ്റെ ടീം മോർ ക്വയറ്റ് ആയതുകൊണ്ടായിരിക്കും. സീനിയർ മാനേജർ ഇമെയിൽ കിട്ടി കുറച്ച് നേരക്കാവേ എനിക്കൊരു മീറ്റിംഗ് റിക്വസ്റ്റ് അയച്ചു. എൻ്റെ ടീമിൻ്റെ വർക്ക് ലോഡ് റിവ്യൂ ചെയ്യാനൊക്കെ. ഈ മീറ്റിങ്ങിന് ചെന്നപ്പോൾ ഞാൻ ഡേറ്റ ആയിട്ടാണ് പോയത്. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും ഏറ്റവും കുറച്ച് ടാസ്ക് അസൈൻ ചെയ്തേക്കുന്നത് ഈ കംപ്ലൈൻറ്റ് ചെയ്ത ആളുടെ ടീമിനാണെന്ന്. ഇങ്ങനെ ഒരു അൺനെസസറി എസ്കലേഷൻ നടത്തിയതിനും ഒരു ഹാഷ് ഇമെയിൽ അയച്ചതിനും നന്നായിട്ട് സീനിയർ മാനേജറിനെ നിന്ന് കിട്ടിയപ്പം എൻ്റെ അടുത്ത് ആ കംപ്ലൈൻറ്റ് ചെയ്ത ആൾ സംസാരിക്കാൻ വന്നു. അപ്പോൾ ആൾ അഡ്മിറ്റ് ചെയ്തതാണ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് കൗണ്ട്സ് ഒക്കെ കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. ആളുടെ ടീം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്കിംഗ് ആണെന്ന് പ്രൂവ് ചെയ്യാനെ കൊണ്ട് ചെയ്തതാണ്. സോ റിമെമ്പർ, മെനി കെയോസ് യു സീ അറ്റ് വർക്ക് ഇസ് നോട്ട് കെയോസ്, ഇറ്റ്സ് ജസ്റ്റ് എ സ്ട്രാറ്റജി.